ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ഹാപ്പി ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നമ്മുടെ സന്തോഷത്തിൻ്റെ ഭാഗമായി ഞാനിന്നൊരു സ്വീറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും കവറായി. എൻ്റെ വീഡിയോ കണ്ടിരുന്നവർക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും എല്ലാം ഒരുപാട് നന്ദി. ഇനി നിങ്ങളുടെ സ്നേഹത്തോടുകൂടിയ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഇനി നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോസും കാണണം, അഭിപ്രായങ്ങൾ പറയണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്കിപ്പോൾ ഡോണറ്റ്സ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ചപ്പാത്തിയുടെ പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ നെയ്യില്ലെങ്കിൽ നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതേ ടേസ്റ്റിൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിന് മേലെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂവി കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കുക. ഒരു 15 മിനിറ്റ് അത് മാറ്റി വയ്ക്കുക. ആ സമയം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള സ്റ്റഫ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് കശുവണ്ടിയും കുറച്ച് ബദാമും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതേ പരുവത്തിലായി കിട്ടിയാൽ മതി. ഇത്ര പൊടിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതെടുക്കാം. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂസും അതുപോലെ ബദാമും ചേർത്ത് കൊടുക്കാം. ചിരവിടുത്ത് തേങ്ങ പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ. ഒരു 1/4 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ശർക്കര മെൽറ്റ് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം മധുരം കൂടുതൽ വേണ്ടവർക്ക് ശർക്കരയുടെ അളവ് കൂട്ടാം കേട്ടോ. ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർക്കാം. ഞാനൊരു കളറിന് വേണ്ടിയാണ്, ഒരു ചോക്ലേറ്റിൻ്റെ ഒരു കളർ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശർക്കര ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്കിപ്പോൾ പഞ്ചസാര മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റഫ് തയ്യാറായി. ഡൗ എങ്ങനെയായി നോക്കാം. അപ്പം നല്ലതുപോലെ വീർത്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നെയ്യൊക്കെ ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിപ്പുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കുഴച്ചിരിക്കുന്ന 1 കപ്പ് മാവിൻ്റെ ഡൗ ഒരുമിച്ചാണ് ഞാൻ പരത്തുന്നത്. അപ്പോൾ ആ ഷീറ്റിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ തൂവിയതിന് ശേഷം അതിൽ വെച്ച് ഈ ഡൗ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റാക്കി ഒരു 5 മിനിറ്റ് നമുക്ക് ശരിക്കും ഒന്ന് കുഴച്ചെടുക്കാം. ഇനി
നമുക്ക് ഈ ഗ്ലാസ് പേപ്പറിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ പരത്താൻ വേണ്ടിയിട്ട് ഒരു PVC പൈപ്പാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പരത്തുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും, അതുമല്ല ഒട്ടിയൊന്നും പിടിക്കില്ല. അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഇതിന് മേലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഇതേപോലെ PVC പൈപ്പ് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് പൊറോട്ടയ്ക്കൊക്കെ പരത്താനാണെങ്കിൽ ഇത് നല്ലതാണ്. അപ്പോൾ ഇത്തിരി വലിയ ഷീറ്റ് എടുക്കുക, ഗ്ലാസ് പേപ്പർ കുറച്ച് വലുതെടുത്തതിന് ശേഷം നല്ല നൈസാക്കിയിട്ട് നമ്മൾ ഈ പൊടി പരത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊറോട്ടയൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല നൈസായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഒത്തിരി കനമൊന്നും നമ്മൾ കുറച്ചിട്ടില്ല, കാരണം ഇതിത്തിരി കുറച്ച് കനം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പരത്തിയെടുത്തതിന് കുറച്ച് കനം ഉണ്ടെങ്കിലും പ്രശ്നമില്ല. നമ്മൾ ആ നെയ്യൊക്കെ ചേർത്ത് കുഴച്ച് വെച്ചതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ സെൻറ്റർ കണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 6 സ്നാക്കിനുള്ളതാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്റ്റഫ് ഉണ്ടല്ലോ, കാഷ്യൂസും ബദാമും തേങ്ങയൊക്കെ കൂടി ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഇതൊന്ന് മേൽവശം ഒന്ന് പരത്തി കൊടുക്കുക. ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഈ സ്റ്റഫ് പുറത്തേക്ക് വരാത്ത രീതിയിൽ വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഒത്തിരി കനം കുറയ്ക്കേണ്ട നമ്മൾ പരത്തുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് മുരിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ പൊട്ടും. അത് പൊട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത്തിരി കനത്തിൽ ചെയ്യുക. പക്ഷെ എന്നാലും നല്ല സോഫ്റ്റായിട്ടാണ് എനിക്കിപ്പോൾ ഇത് കിട്ടിയത്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അതൊന്ന് ചുറ്റുന്ന ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് തിളച്ച് കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ മൊരിയിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ സ്റ്റഫ് ശരിക്കും നമ്മൾ വിളയിച്ചെടുത്ത പോലെ ആവും. ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് മൊരിഞ്ഞ് വന്നിട്ട് ഇത് നമുക്ക് എടുക്കാം. അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റഫ് വയ്ക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഡോണറ്റ്സ് തയ്യാറാക്കിയത്. അതല്ലെങ്കിൽ ഉഴുന്നുവട പോലെ ഇരിക്കുന്ന രീതിയിലാണ് മിക്കവരും ഡോണറ്റ്സ് ചെയ്യുക. അപ്പോൾ ഇതും റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് അതൊന്ന് റെഡിയാക്കാം. അപ്പം നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിടാം.
ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച വെള്ളം ഒരു വലിയ ബൗളിലേക്ക് കുറച്ച് ഒഴിച്ചതിന് ശേഷം ഈ ചെറിയ ബൗൾ അതിലേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മെൽറ്റ് ചെയ്ത് നമ്മൾ ഒരു ചെറിയ പൈപ്പ് കോണിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ ഡോണറ്റ്സിന് മേലെ ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ഡോണറ്റ്സ് ഇവിടെ തയ്യാറായി. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ കാഷ്യൂസും ബദാമും ഒക്കെ ഇട്ടുള്ള ആ സ്റ്റഫും കൂടി വെച്ച് കഴിഞ്ഞപ്പം നല്ലൊരു ടേസ്റ്റായിരുന്നു. കുട്ടികളൊക്കെ എന്തായാലും വളരെയേറെ ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ചെയ്ത് നോക്കാണ്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.